പോയി. നിന്നോട് പറഞ്ഞേ. എന്താ എന്താ ഇത്? എന്നോട് ചോദിക്കാതെ എന്റെ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിരിക്കും രോഹിത്ത്. എന്താടാ ഇത്? പെണ്ണുങ്ങളുടെ അടുത്താണോ നീ നിന്റെ അക്രമവാസന കാണിക്കുന്നേ? ഇവളെങ്ങാനും ഇവിടുത്തെ തലയിടിച്ച് വീണാ നീ സമാധാനം പറയോ? മോളെ എന്താ പറ്റിയേ? വീണതാ വിഷ്ണു അച്ഛാ. എന്നിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അതിന്റെ ബാക്കി പൂല ഇവിടെ നടക്കുന്നേ. ടീച്ചർ വിളിച്ചു പറഞ്ഞുകൊണ്ടാ ഞാൻ സ്കൂളിൽ പോയത്. ഓടി വീണ് കൈ വേദനിച്ചിരിക്കുന്ന കൊച്ചിനോട് അവിടെ അമ്മ വരുമെന്ന് പറയാനുള്ള മാനസികാവസ്ഥ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പോയി മരുന്നും വാങ്ങിച്ച് ഇവിടെയും കൂട്ടിക്കൊണ്ടെങ്കിൽ പോന്നു. അതിൽ എന്തെത്ര തെറ്റ് ഞാനൊന്നും കാണുന്നില്ല. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും മോളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയാ പോരെ? ഇവിടെയാവുമ്പോ പപ്പി സത്യം ഒരുമിച്ച് സ്കൂളിൽ പോയിക്കോളും. അവൾക്കും അതന്നെ ഇഷ്ടം. എന്താ അമ്മ ഇതൊക്കെ? ഓ, നീ ഇപ്പൊ അവള് രക്ഷകനായിട്ട് വന്നതല്ലേ? അവളോട് തന്നെ ചോദിക്കും എന്തൊക്കെ അവളിവിടെ കാണിച്ചു കൂട്ടിയെന്ന്. എന്താ ശ്യാമേ, എന്തിനാ നീ ഇവിടെ കിടന്ന് ബഹളം കൂട്ടുന്നേ? കാര്യം പറ. എന്റെ മോളുടെ ഇഷ്ടം എന്താന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. അതില് ആരും ഇടപെട്ട് ബുദ്ധിമുട്ടണ്ട. എനിക്കിവിടെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം വിഷ്ണു ഏട്ടാ. വരട്ടെ. എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം കേട്ടോ. കേട്ടെ, നീ ശ്യാമയും പപ്പീനെയും ശാരദാമ്മയുടെ വീട്ടിൽ കൊണ്ടുവിട്. പപ്പി തൽക്കാൻ അവിടെ നിക്കട്ടെ. ബ്രോ, അത് എടാ, പപ്പിക്ക് സുഖമില്ലാത്തല്ലേ? അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യിപ്പിച്ച ഇവിടെ ആവുമ്പോ അവളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കാൻ പറ്റുമല്ലോ. നോക്കാം, അവിടെ ആളുണ്ടല്ലോ. ശാരദാമ്മ നോക്കിക്കോളും. പിന്നെ പപ്പിയുടെ അമ്മയെ അടുത്തുണ്ടല്ലോ. അല്ല ബ്രോ, ഞാൻ പറയുന്നത് നീ ഇപ്പൊ ഒന്നും പറയില്ലേ? മനസ്സമാനം വേണം മനുഷ്യന്. ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്ന് ചെല്ലടാ. നീ ഒന്ന് ഇവരെ കൊണ്ട് ആക്ക്. വിഷ്ണു അച്ഛാ, എനിക്ക് പോണ്ട വിഷ്ണു അച്ഛാ. എനിക്ക് ഇവിടെ നിന്നാ മതി. മക്കളെ, മോള് വിഷ്ണു അച്ഛൻ പറയുന്ന കേക്ക്. ഇപ്പൊ മോള് അമ്മയുടെ കൂടെ ചെല്ലേ. വിഷ്ണുച്ചനെ ചേച്ചിമ്മേനെയും കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. നല്ല മോളല്ലേ? മക്കൾക്ക് വേദനിക്കുന്നുണ്ടോ? പപ്പി വാ, നമുക്ക് വീട്ടിൽ പോവാം. വിഷ്ണു അച്ഛാ, ഉടച്ചല്ലേ. വിഷ്ണുച്ച വരാം. പപ്പി വാ, വരാൻ. വിടമ്മേ, സത്യ. അമ്മേ, പപ്പി വരാൻ. അമ്മേ, നാളെ പോവാ അമ്മേ. പപ്പി ദേ കിടന്ന് വാശി പിടിക്കല്ലേ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേ. എങ്കിൽ അച്ഛനും വരട്ടെ. ചെല്ലേ, അവരൊറ്റയ്ക്ക് വിടണ്ട. ചെല്ലടാ. മോളെ കേറിക്കോ. കേറ്.
പപ്പി പറഞ്ഞു വിടണ്ടായിരുന്നു സത്യമ്മേ. ഒരുമിച്ച് നിൽക്കേണ്ട പിള്ളേരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. മോള് സങ്കടപ്പെടണ്ടാട്ടോ, പപ്പിയെ നമുക്ക് കൊണ്ടുവരാം. ഡാ, നീ എവിടെ നിന്നേ? നീ എവിടെ? ഞാനൊരു വലിയ യാത്ര കഴിഞ്ഞിട്ട് വരിക, എനിക്കൊന്ന് കിടക്കണം. നിക്ക്. എടാ, എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? അല്ലെങ്കിൽ ഫോണൊന്ന് എടുക്കെങ്കിലും ചെയ്യണം. അമ്മ, ഞാൻ കുറച്ച് തിരക്കിലായി പോയി, അതാ. എന്ത് തിരക്കാ? നീ ആ പണം എന്തിനാ കൊണ്ടുപോയത്? എല്ലാത്തിനും ഞാൻ ഉത്തരം തരാം. ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ. തൽക്കാലം ഞാൻ ഒന്ന് കിടക്കട്ടെ. എന്റെ തല ഞാൻ കിടക്കട്ടെ. എടാ, രാഘവേട്ട, അവൻ എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ. ഹേയ്, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ ഭാമേ. അല്ല, തോന്നുന്നതല്ല, എനിക്കത് ഉറപ്പാ.